എൻ്റെ വളരെ അടുത്തൊരു സീനിയർ സുഹൃത്തായിരുന്നു. ഞങ്ങൾ തമ്മിൽ വി ഹാഡ് എ വെരി ക്ലോസ് ബോണ്ട്. ഏഷ്യൻ കോളേജ് ഓഫ് ജേർണലിസം ഞങ്ങൾ ചെന്നൈയിൽ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം അത് ബാംഗ്ലൂരിൽ സ്ഥാപിച്ചിരുന്നു എന്നുള്ളത് പലർക്കും അറിയില്ലായിരിക്കും. അദ്ദേഹം ഒരു ഘട്ടത്തിൽ പറയുക, ഞങ്ങൾ വേറൊരു കോളേജ് തുടങ്ങാൻ ഉദ്ദേശമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ശശി ഇത് ഏറ്റെടുത്ത് മദ്രാസിൽ നടത്തൂ എന്ന് പറഞ്ഞിട്ടാണ് ഏഷ്യൻ കോളേജ് ഓഫ് ജേർണലിസം ബാംഗ്ലൂരിൽ നിന്നും മദ്രാസിലേക്ക് വന്ന് അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട് തുടർന്ന് പോകുന്നത്. അതുകൊണ്ട് പുതിയ തലമുറയെ മാധ്യമപ്രവർത്തനത്തിന്റെ എത്തിക്കൽ എല്ലാ എൻ്റെ പ്രത്യേക രീതികളൊക്കെ പഠിപ്പിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വലിയ ആവേശമുള്ളൊരു കാര്യമായിരുന്നു. പിന്നെ നമ്മുടെ അവസാനത്തെ ഒരു കണ്ണിയാണെന്ന് എനിക്ക് പറയാം. ആ ഒരു തലമുറ, ഒരു ഗംഭീര തലമുറയോട്, ഒരു ജേർണലിസ്റ്റിന്റെ തലമുറ. ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ജയിലിൽ പോയ ഒരു ജേർണലിസ്റ്റാണ് അദ്ദേഹം. അതും ഒരു പൊളിറ്റിക്കൽ പേഴ്സണാലിറ്റിയോട് ക്ലാഷ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ. അദ്ദേഹത്തിന് നമുക്കറിയാം, അദ്ദേഹം 10-20 അതിലധികം കൊല്ലങ്ങൾ ഒരു കോളം എഴുതിയിരുന്നു ഇന്ത്യൻ എക്സ്പ്രസിൽ. അത് ധൈര്യമുള്ളൊരു കോളമായിരുന്നു, ആരെയും വെല്ലുവിളിക്കാൻ മടിയില്ലാത്തൊരു കോളമായിരുന്നു. എന്നാൽ അനാവശ്യമായിട്ട് ആൾക്കാരെ എന്താ പറയാ തല്ലിന് വിളിക്കാന്നുള്ളതല്ല. അതുകൊണ്ട് എവറി വിച്ച് വേ. പിന്നെ അദ്ദേഹം തുടങ്ങിയ ഏഷ്യ വീക്ക് എന്ന് പറയുന്നത് ഒരു ഗംഭീര പബ്ലിക്കേഷൻ ആയിരുന്നു ഹോങ്കോങ്ങിൽ നിന്നും. അതിനു മുമ്പ് ഫാർ ഈസ്റ്റേൺ ഇക്കണോമിക് റിവ്യൂവിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ചൈനയിൽ പറ്റിയ ഒരു എക്സ്പെർട്ട് ആയിരുന്നു. ഹോങ്കോങ്ങിൽ നിന്ന് ചൈനയെ നിരീക്ഷിച്ച് ചൈനീസ് സൊസൈറ്റിയെ ആ ഏരിയയിൽ പറ്റി അദ്ദേഹത്തിന് വളരെ അപൂർവം ആൾക്കാരേ ഉള്ളൂ അത്ര അടുത്തൊരു പരിചയവും ഗാധമായ ഒരു നിരീക്ഷണവും ഉണ്ടായിരുന്നത്. പിന്നെ വളരെ എന്താ പറയാ ഒരു സിമ്പിൾ മാൻ, ക്ലോസ് ഫ്രണ്ട്, വെരി വാം ഫ്രണ്ട്. ഞാനായിട്ട് ഒരുപാട് ഇടപെട്ടിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിനോട് എപ്പോഴും അഭിപ്രായങ്ങൾ, സന്ദേശങ്ങൾ, അഡ്വൈസ് ചോദിക്കാറുണ്ട്. എപ്പോഴും ഹി വാസ് ഓൾവേസ് റെഡി. 97 വയസ്സൊക്കെ ആയിരുന്നു തോന്നുന്നത് അദ്ദേഹം ഇപ്പോൾ മരിച്ചപ്പോൾ. പക്ഷേ ഹി വാസ് ഓൾവേസ് യങ് ഇൻ ഹിസ് മൈൻഡ്, ഓൾവേസ് യങ് ആൻഡ് ഫ്രഷ് ആൻഡ് ഫുൾ ഓഫ് ഹ്യൂമർ. ഒരു സാർക്കാസ്റ്റിക്, ഒരു സിനിസിസം ആണെങ്കിലും അത് വെറും ഒരു എക്സ്റ്റീരിയർ ആണ്. ഹി ഹാഡ് എ വെരി വാം റിലേഷൻഷിപ്പ് വിത്ത് എവരിബഡി അതിനോട്. പിന്നെ അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ ഒരു ക്വാളിറ്റി തന്നെ വേറൊരു രീതിയായിരുന്നു. ഒരു ക്യാരക്ടറുള്ള ഒരു എഴുത്തായിരുന്നു. അങ്ങനെ ഒരു വോയിസ് എന്ന് പറയില്ല, ഒരാളുടെ ഒരു വോയിസ് ഉള്ളൊരു എഴുത്ത്, അത് വളരെ അപൂർവമാണ്. ഇന്നിപ്പോ ഈ ചാറ്റ് GPT ഒക്കെ ഉള്ളതായിട്ട് എല്ലാവരുടെ എഴുത്തും ഏകദേശം 1-2 വ്യത്യാസമില്ലാത്തൊരു കാലഘട്ടത്തിൽ ആ ഒരു സ്ട്രോങ് വോയിസ്, ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റി ഉള്ള ഒരു വോയിസ് അദ്ദേഹം പുലർത്തി എന്നുള്ളതും, അത് അവസാനം വരെയും ഒരു ട്രൂലി ഇൻഡിപെൻഡന്റ് ഒരു മാധ്യമ പ്രവർത്തനത്തിന്റെ ഒരു പ്രതീകമായി എന്നുള്ളതാണ് TGS ജോർജിനെ നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത. എനിക്കൊരു വ്യക്തിപരമായിട്ട് വലിയൊരു നഷ്ടബോധം അത് ഇപ്പൊ വന്നു തുടങ്ങുന്നേ ഉള്ളൂ. ഇപ്പൊ ഈ വാർത്ത, ഞാൻ ഞെട്ടിപ്പിക്കുന്ന വാർത്ത ഞാൻ ഒരു അരമണിക്കൂർ മുമ്പാണ് ഞാൻ അറിഞ്ഞത്. അദ്ദേഹത്തിന്റെ മകനും ജീത്തിനും എല്ലാവർക്കും എൻ്റെ കണ്ടോളൻസസ്. വളരെയധികം നന്ദിയുണ്ട് സാർ ഈ ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശശികുമാർ സാറാണ് പ്രതികരിച്ചത്.